എൻ്റെ ഈ ജന്മദിനത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളവരാണ് ഇവർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു മണി സേവ് ചെയ്യുന്നൊരു കുടുക്ക പൊളിക്കുന്നൊരു വീഡിയോ, അതിന്ന് ഞാൻ എത്ര എമൗണ്ടാണ് കിട്ടുന്നത് ആ എമൗണ്ടിൽ എന്തെങ്കിലും ഒരു ഗോൾഡ് മേടിക്കണം എന്നുള്ള ആഗ്രഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ എമൗണ്ട് ആരും കറക്റ്റ് ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ കൂടി കുറച്ച് രൂപ ഉണ്ടായിരുന്നു അതിന് ഞാനൊരു ഡയമണ്ടിൻ്റെ ഒരു നോസ്പിൻ വാങ്ങി കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഇവർ അവിടെ ആ AGM ഗോൾഡിൽ നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞതുകൊണ്ട് അവർ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഗിഫ്റ്റ് തന്നത്. വളരെ ഹാപ്പി ആയിരുന്നു ഞാനപ്പോൾ. ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഷൂട്ടിനൊക്കെ പോയത്, എന്നിരുന്നാൽ കൂടി എനിക്ക് നല്ല ഹാപ്പിയായി ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. അതൊരു 2 കമ്മലായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ആ കമ്മൽ, സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി അല്ലേ? അല്ല അല്ല അതിനെ കാണിച്ചൊക്കെ അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. ക്യാമറക്ക് പിന്നിൽ ചിക്കാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തായിരുന്നു? മട്ടൻ ബിരിയാണി. ഓക്കെ, ഇനി രാത്രി ഞാൻ പഠിച്ചില്ല. ഓക്കെ, ബർത്ത്ഡേ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വയറൊക്കെ നല്ല ഫുള്ളായി നിറഞ്ഞു. പച്ചയ്ക്ക് പച്ച എൻ്റെ ബർത്ത്ഡേ അല്ലേ. ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്ത സ്ഥലം തോംസൺ കസെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ തോംസൺ കസെ. നല്ല അടിപൊളി ഫുഡാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടിയില്ല. വീഡിയോ ചിക്കുനെ കൊണ്ട് ഇടിപ്പിച്ച കാരണം ഞാൻ ആ വീഡിയോ ഇതിലൊന്ന് പോസ്റ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 10 മണിക്ക് മുന്നേ പോകണം കേട്ടോ, അല്ലെങ്കിൽ ഫുഡ് കിട്ടുക. നമ്മൾ അതിനുശേഷം പിന്നെ നമ്മൾ തപ്പിപ്പിടിച്ച ഒരു സ്ഥലം കിട്ടിയതാണ് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെന്നപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. പാട്ടൊക്കെ വെച്ച കാരണമാണ് നമ്മൾ കോപ്പറേറ്റ് കിട്ടുന്നുള്ളത് കൊണ്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഫുഡൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡുകളായിരുന്നു. നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുമായിരുന്നു കേട്ടോ, നമ്മുടെ സീറ്റൊക്കെ ഇനി എവിടെയാണ് വേണ്ടേ എന്നൊക്കെ നോക്കുമായിരുന്നു.